വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ 3 മണിക്കാണ് ഇവിടെ GTC സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇതേ സമയത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് ഡയറക്ടർ ലീഗിന്റെ പുതിയ മാർഗനിർദ്ദേശം, അതായത് ലേറ്റസ്റ്റ് നിയമം വന്നതിന് ശേഷമുള്ള ആ നിയമം പ്രാവർത്തികമാക്കാൻ, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ നടപ്പിൽ വെക്കുന്നതിന്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫോട്ടോസൊക്കെ ഇപ്പോ നമ്മുടെ ഗോപി ചെറുതാറ് ഇതേതിന്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ITC ഗ്രൂപ്പിൽ വന്നു, അത് എല്ലാ ഗ്രൂപ്പിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ് ഓൾറെഡി ഗവൺമെന്റ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രധാനം അല്ലെ? ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് ചെയ്യുന്നവരാണ് ബുദ്ധിമാൻ അല്ലെ? എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു കാസറ്റ് ഷോപ്പ് അല്ലെങ്കിൽ CD ഷോപ്പ് അല്ലെ? ഇന്ന് ആരെങ്കിലും CD ഷോപ്പ് തുറന്നോ? എന്താ കാരണം? ആരെടുത്തും അതില്ല. ഇന്ന് എല്ലായിടത്തും മെമ്മറി കാർഡാണ്, ബ്ലൂടൂത്ത് ആണ്, സംഭവം മാറി അല്ല, പിക്ചർ മാറി. ചെറിയ മക്കൾക്ക് വരെ അതറിയാം കാലഘട്ടം മാറി എന്നുള്ളത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് കാലഘട്ടം മാറിയത് അറിയില്ല. എന്നിട്ട് ചിന്തിക്കുക ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അല്ലെ? ശരിയായ രീതിയിൽ. എന്നിട്ട് പല ആളുകളും പല ജോലിയിലും ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പല ആളുകളുണ്ട്. പല ആളുകളും സ്വന്തം ജോലി 15,000, 20,000, 25,000, 50,000 ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ജോലി ചെയ്യുന്നത്? പല ആളുകൾ EMI പേടിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും നാളെ പോട്ടെ എന്ന് ആലോചിച്ച് പ്രാതിക്കൊണ്ട് കേൾക്കും പലരും ജോലിക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ഹാപ്പിയോട് കൂടിയിട്ടും എത്രമാത്രം ത്രില്ലോട് കൂടിയിട്ടും അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏക ഓപ്പർച്യൂണിറ്റി ഡയറക്ട് ലീഗിലെ 12 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി മറ്റാരുമല്ല MI ലൈസൻസ് ഓപ്പർച്യൂണിറ്റി എനിക്കും കിട്ടി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ 2015 ഒക്ടോബർ മാസത്തിലാണ് എന്റെ ID ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു ഒക്ടോബർ മാസമാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ID ക്രിയേറ്റ് ചെയ്തത് ഇത്രയും വർഷമായി. പക്ഷെ 2016 ഞാൻ ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. 2 വർഷത്തോളം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്തു. അത് പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം, ഒരു 3 ലക്ഷം മാത്രം വരുമാനം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ 2018 മുതൽ 2018 മെയ് മാസം മുതൽ ഈ ബിസിനസ് വളരെ ഫുൾ ടൈം സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് കഴിഞ്ഞ 6 വർഷത്തിലേക്ക് 6.5 വർഷമായി 6 വർഷമായിട്ട് ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ചെറിയ അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ ടാറ്റ ടിയാഗോ കാർ. ഇന്ന് ഞങ്ങൾ ചെറുതാക്കി പറയാം, കാരണം അന്ന് എനിക്കത് വലിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ട്. ടാറ്റ ടിയാഗോ കാർ അന്ന് ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടാറ്റ ടിയാഗോ കാർ വാങ്ങിച്ച സമയത്ത്. എന്നാൽ അതിനുശേഷം പിന്നീട് 2020 സ്ക്വാഡ റാപ്പിഡ് കാർ വാങ്ങിച്ചു. അതേസമയത്ത് സീലിംഗ് അച്ചീവർ ആയി 2020. അതിനുശേഷം 2023 മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു. ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് ഹാപ്പി ആയിട്ട് ഈ ബിസിനസ് വളരെ ഇഷ്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയാണോ അല്ലെങ്കിൽ ഏത് ജോലിയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോ? അല്ല. എന്നാ വാ, ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ അടിച്ചു പൊളിച്ച് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്, ഒന്നുമില്ല. ഇവിടെ 3 കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. 3 കാര്യം പറയണം. സിമ്പിൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ID കിട്ടും. ആ ID ഫ്രീ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടും. ഈ ID കൊടുക്കുന്നത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓക്കെ, വാങ്ങിച്ച് ഉപയോഗിക്കാം. ആസ് എ കസ്റ്റമർ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഒന്നാമത്തെ കാര്യം, ഡിസ്കൗണ്ട് രൂപത്തിൽ കിട്ടും. ലൈഫ് ലോങ് വാങ്ങിച്ച് ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, ഉപയോഗിച്ച സാധനം സാറ്റിസ്ഫൈഡ് ആണ്, നല്ല സാധനമാണ്, നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000-50,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യാം. റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. 20 മുതൽ 40% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. കച്ചവടക്കാരനായി മാറാം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതേ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ റെഫർ ചെയ്യാം. ഓൾ ഇന്ത്യയിൽ ആർക്കും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ വാങ്ങിച്ച് ഉപയോഗിക്കുകയോ വാങ്ങിച്ച് വിൽക്കുകയോ വാങ്ങിച്ച് വിൽക്കുന്ന ഒരു ടീം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടും. സിമ്പിൾ പരിപാടി. ഈ 3 കാര്യം ചെയ്താൽ മതി. ഇതിൽ ഞാൻ ഈ 3 കാര്യം ചെയ്യുന്നുണ്ട്. സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്, സാധനം വാങ്ങിച്ച് വിൽക്കുന്നുണ്ട്, സാധനം വാങ്ങിച്ച് വിൽക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ബിസിനസ്സിൽ കൂടി കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഫുൾ ടൈം ആയി കഴിഞ്ഞതിന് ശേഷം
1.5 കോടിക്ക് മേലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നിലവിൽ ചെയ്യുന്ന ജോലി ICICI ബാങ്കിലായിരുന്നു, ICICI പ്രൊഡക്ഷൻ എന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. ആ ജോലി ഒഴിവാക്കിയിട്ടാണ് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, എക്സ്പെർട്ടുകൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യാം, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഇതിന്റെ നോളജും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എക്സ്പെർട്ടുകൾ പറഞ്ഞിരിക്കുകയാണ് 2025 മുതൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സാറേ, നിങ്ങൾ ഇന്നും സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇന്നും ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ഡലത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ. അന്ന് എന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ അപ്ലൈ ലീഡറായിട്ടുള്ള ഹരീഷ് മന്നൻ സാറ് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് തന്ന സമയത്ത് ഞാനത് മടി കൂടാതെ ഏറ്റെടുക്കാനും അത് ചെയ്യാനും തീരുമാനിച്ചതുകൊണ്ട് 2025 വരുമ്പോഴത്തേക്ക് നമ്മൾ ബിസിനസ് ഫ്രണ്ട്സ് കയ്യിലുണ്ട്. മാറ്റം ആലോചിച്ചോക്കെ അതിഭയങ്കരമായിരിക്കും. അത് നിങ്ങൾ എന്ത് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഇതിനേക്കാൾ വലിയ രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മീറ്റിംഗും കാര്യങ്ങളും കേരളത്തിലില്ല, കോഴിക്കോടില്ല. അതേ സമയത്ത് ഞാൻ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ എവിടെയും ഇതേപോലത്തെ ഓഫീസുകളോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകളെ ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടാകാനും ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടാകാനും കേരളത്തിലെ 32 കൂടുതൽ ഔട്ട്ലെറ്റുകൾ സ്വന്തമായിട്ടുള്ള കമ്പനിയാണ്. അപ്പോ നമ്മളൊരു അഭിമാനത്തോടു കൂടി ഒരു അഹങ്കാരത്തോടു കൂടി ഏറ്റെടുക്കുക. കാരണം മാർക്കറ്റിൽ ഈ ബിസിനസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബിസിനസ് അതിഭയങ്കരമായിട്ട് വളരാൻ വേണ്ടി പോവാണ്. കോമ്പറ്റീഷൻ വരാൻ വേണ്ടി പോവാ. ഒരുപാട് കമ്പനികൾ പുറത്തുള്ള കമ്പനികളൊക്കെ വരാൻ വേണ്ടി പോവാ. അപ്പോഴും നമുക്ക് ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ പ്രൊഡക്റ്റ്, ആയുഷ് പ്രീമിയം മാർക്കുള്ള ഏകദേശം 25ഓളം പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ അതിന് അഭിമാനത്തോടു കൂടി ചെയ്യുക, അതിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിശ്വാസം.